അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം അതിന്റെ 10 വാക്യം. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും, ഓരോരുത്തന് അവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല, നിശ്ചയം സർവശക്തൻ ന്യായം മറച്ചു കളയുകയുമില്ല. Praise the Lord. വായിച്ച് കേൾക്കപ്പെട്ട വേദഭാഗത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ നാം സ്വയം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം 10 വാക്യം പറയുന്നത്, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്ന ആരാന്നറിയാമോ? ദുഷ്ടപിശാച. അടുത്ത ദൈവമോ മനുഷ്യന് തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്ത് കൊടുക്കും? പകരം ചെയ്യും. പിന്നെ ഓരോരുത്തർ എങ്ങനെ നടക്കുന്നുവോ ആ നടപ്പിനനുസരിച്ച് എന്ത് ചെയ്യും? ആ തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. പിന്നെ ദൈവം എന്ത് ചെയ്യത്തില്ല? ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവമല്ല. നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന, നീ സ്തുതിക്കുന്ന, നീ ഉയർത്തുന്ന, നിന്നെ നടത്തുന്ന ദൈവം നിനക്ക് വേണ്ടിയോ നിന്റെ മക്കൾക്ക് വേണ്ടിയോ നിന്റെ കൂട്ടാളിക്ക് വേണ്ടിയോ ദുഷ്ടത പ്രവർത്തിക്കത്തില്ല. അവൻ നീതിമാനാണ്. നിനക്ക് വേണ്ടി നീതി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ ഓർത്തിട്ടാണ് പറയുന്നത്, അവൻ ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവമല്ല. പിന്നെ സർവശക്തനായ ദൈവം നിന്റെ ന്യായത്തെ മറിച്ച് കളയാൻ കൂട്ടുനിൽക്കത്തില്ല. നീ ചെയ്ത നന്മ പ്രവർത്തികൾക്ക് ദൈവം നിനക്ക് അനുഗ്രഹത്തിന്റെ പ്രതിഫലം തരും. അടുത്ത ഭൂമിയെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ച ദൈവം നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ പറയെങ്കിൽ പറ. സ്വത്രം. നീ ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നിനക്കുന്നതിനും ഉപരിയായി നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കൂട്ടാളിക്ക് വേണ്ടിയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിനു വേണ്ടിയും സ്വർഗം കരുതും. ആ കരുതല് ആർക്കും എടുത്തു കളയാൻ കഴിയാത്തതുപോലെ സ്വർഗീയ ദൂതഗണത്തെ കൊണ്ട് നിനക്കു ചുറ്റും കാവൽ നിർത്തും. കുഞ്ഞ് വിശ്വാസത്തോടെ നീ ദൈവത്തിൽ ആശ്രയിക്കണം. ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും ഉപരിയായി ദൈവം നിന്നെ നടത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൽ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. നിന്റെ പണത്തിന്റെ പ്രൗഢിയും നിന്റെ കുടുംബത്തിന്റെ മാഹാത്മ്യവും നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് നിന്നെയാ, നിന്റെ ഹൃദയത്തെയാ. അങ്ങനെയെങ്കിൽ നീ പൂർണ്ണമായി ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്താൽ എന്റെ സർവശക്തനായ ദൈവം നിന്നെ സകല നാമത്തിനും മേലായ നാമം നൽകി നിന്നെ, നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. അതിനെ കർത്താവ് നിന്നെ വിളിച്ചത്. പക്ഷെ നിന്റെ ഉയർച്ച ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് പിശാച് അതിനെ ഏത് വിധത്തിലും തകർത്തുകൾ പദ്ധതി ഒരുക്കി നിന്റെ പിന്നാലെ കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ഫിലിപ്പിയർ 4:19 വാക്യം പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും എങ്ങനെ തീർക്കുമെന്നാണ് പറയുന്നത്? സ്വത്രം. ക്രിസ്തുയേശുവിൽ. സ്വത്രം. ഒന്ന് വായിക്കാമോ? എടുത്തോ. സ്വത്രം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി, എടുത്തേക്ക് വായിക്കാം. സ്വത്രം. പൂർണ്ണമായി കുറച്ചെന്നല്ല, ഇത്തിരി ഇന്ന് തരാം, ബാക്കി നാളെ തരാം, പിന്നെ അതിന് ശേഷിച്ചുള്ളത് അടുത്ത ആഴ്ച തരാം എന്നല്ല ദൈവം പറയുന്നത്.
നീ എന്താഗ്രഹിച്ചോ അത് പൂർണ്ണമായി. വായിക്കാമോ? നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയത് ഫിലിപ്പിയർ ലേഖനം 4:19 വാക്യം. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവമോ ആ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ ധനത്തിനൊത്തോടെ, തീർന്നു പോകാത്ത ധനമാ ദൈവത്തിന്റെ കരത്തുള്ളത്. അപ്പൊ ആ തീർന്നു പോകാത്ത ധനം തീർന്നു പോകാതെ അവൻ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണം? മഹത്വം ദൈവത്തിന് കൊടുക്കണം, ആരാധന ദൈവത്തിന് കൊടുക്കണം, സ്തുതി ദൈവത്തിന് കൊടുക്കണം, നിന്നെ ദൈവത്തിന് കൊടുക്കണം. സ്വത്രം. അങ്ങനെയെങ്കിൽ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മാറ്റി ദൈവം നിന്നെയും നിന്റെ സന്തതിയെയും നിന്റെ കൂട്ടാളിയെയും അനുഗ്രഹിക്കും. സ്തോത്രം. ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കണം? ഫിലിപ്പിയർ ലേഖനം 2:5-7 വരെ വായിച്ച മനസ്സിലാകും എങ്ങനെ സമർപ്പിക്കണമെന്ന്. സ്തോത്രം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ. സ്തോത്രം. ഫിലിപ്പിയർ ലേഖനം 2:5 വാക്യമാണോ? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ക്രിസ്തുവേശുവിനുള്ള ഭാവം. മോളെ ഇപ്പൊ വായിച്ച കൈ വെച്ചോണേ. സ്വത്രം. ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങൾ ക്രിസ്തുവിന്റെ മനോഭാവം. എന്താണ് ക്രിസ്തുവിന്റെ മനോഭാവം? മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ചേർത്ത് പിടിക്കുവാനുള്ള മനോഭാവം ആർക്കുണ്ടാവണം? നിനക്കുണ്ടാവണം. കാരണം നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും സ്വർഗം തീർത്തു തരുമെങ്കിൽ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കരുതുവാൻ മനസ്സുള്ളവനാകണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുള്ളവനാകണം, മറ്റുള്ളവരെ കണ്ണുനീർ തുടയ്ക്കുവാൻ മനസ്സുള്ളവനാകണം. അങ്ങനെ ക്രിസ്തുവിന്റെ മനോഭാവം നിന്നിൽ വെളിപ്പെട്ടാൽ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പറയുന്നു, അങ്ങനെയുള്ള നിന്റെ സന്തതി ഭൂമിയിൽ പട്ടുപോകും എന്നല്ല, അനുഗ്രഹിക്കപ്പെടും. അവൻ ഭൂമിയെ അവകാശമാക്കും. സ്വത്രം. നിന്റെ സന്തതി യെശയ്യാ 58:12 സ്വത്രം 52:12 പുരാതന ശൂന്യങ്ങളെ പണിയും. നാളുകളാ നീ ആഗ്രഹിച്ചത് നിനക്ക് പണിയാൻ കഴിയാതെ ഇരുന്ന് നിന്റെ സന്തതി പണിതെടുക്കും. നീ ആഗ്രഹിച്ച ആ ശൂന്യത മാറി കേട് തീർക്കുന്നതും പാതകളെ ആസ്ഥാനമാക്കുന്നതും ദൈവം നിനക്ക് പേർ പറയും. കാരണം നിന്റെ സന്തതി പണിതെടുക്കുന്നത് നീ സേവിച്ച ദൈവം കൊടുത്ത നന്മ കൊണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളും അടയപ്പെട്ടിട്ട് ഇനി എപ്പോഴും എങ്ങനെ എവിടെ എന്ന് നീ ചോദിക്കുമ്പോൾ നീ പോലും കാണാത്ത, നീ പോലും അറിയാത്ത ചില പദ്ധതികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നീ പ്രാപിക്കുന്ന കാലം വരെയും നിനക്കൊരു ദോഷവും വന്നു ഭവിപ്പാൻ ഇടയാകത്തില്ല. ദർശനങ്ങളുടെ യോസേഫ് കാരാഗ്രഹത്തിനകത്ത് 37 വർഷമായി കിടക്കുക. അവന്റെ ദർശനമെങ്ങും നടക്കുന്നില്ല. അവനെ എല്ലാവരും മറന്നു. സ്വത്രം. യോസേഫ് പറയുന്നൊരു കാര്യം, യഹോവ എന്നെ ഓർത്തു. സ്വത്രം. അപ്പൻ മറന്നു, അമ്മ മറന്നു, കൂടപ്പുറപ്പുകൾ മറന്നു, രാജാവ് മറന്നു, രാജഭൃത്യന്മാർ മറന്നു. പക്ഷേ യഹോവ എന്നെ ഓർത്തു. കാരണം ദർശനം കൊടുത്തവൻ യഹോവയാ. ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്ന വരെയും സ്വർഗം നിന്നെ മറന്നു കളയത്തില്ല. നീ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും നനയ്ക്കുന്നതും അറിയുന്ന സ്വർഗത്തെ ദൈവം. നീ ചോദിച്ചില്ലേ, എന്റെ കുഞ്ഞിന്റെ ഭാവി ജീവിതം എന്തായി തീരും, എന്റെ കൂട്ടാളുടെ ജീവിതം എന്തായി മാറും, എന്റെ കുടുംബത്തിന് ശൂന്യത എന്ന് മാറും, എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയ്ക്ക് എപ്പോഴൊരു ശമനമുണ്ടാകും, എന്റെ തലമുറയ്ക്ക് ഒരു നല്ല ഭാവി ജീവിതം, ഒരു നല്ല ജോലി, ഒരു നല്ല വാഹനം, ഒരു നല്ല ജീവിതം നിലവാരം എപ്പോ കിട്ടും ദൈവമേ? ഞാൻ നിന്നെയും പരിഹാസമേറ്റ് മറ്റുള്ള മുമ്പിൽ പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ കഴിയാൻ തലകുനിക്കേണ്ടി വരുന്നത് എന്നു മാറും. Praise the Lord. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഒന്ന് പരിശോധിക്കണേ. അവിടെ പറയുന്നത് എന്റെ ദാസനെ തൊടുന്നവൻ. അത്രം
എന്റെ ദൈവത്തിന്റെ കണ്ണ് കൃഷ്ണമണിക്കാതെ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. അവൻ തക്ക സമയത്ത് നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടി വെളിപ്പെട്ടു വരും. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും കുറ്റം പറഞ്ഞവരും കാണെ നിന്റെ തല ഉയരും. നിന്നെ ദൈവം ഉയർത്തും. ഈ കഷ്ടം മാറും, ഈ കണ്ണുനീര് മാറും. ദൈവത്തിന്റെ മഹത്വം നീ കാണും. കാരണം നിന്നെ വിളിച്ചത് നശിപ്പിക്കാനല്ല, നിന്നെ വിളിച്ചത് തകർക്കാനല്ല. ആ വിളിച്ച വിളി നിന്റെ മുതല് കണ്ടിട്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കണ്ടിട്ടല്ല, നിന്റെ ഉടഞ്ഞ് തകർന്നിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നിന്നെ ആരും സഹായിപ്പാനില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് എല്ലാ നിലയിലും എല്ലാവരുടെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊക്കെ നിന്നെ വേർപെടുത്തി എടുത്ത് ദേശത്തിന് മുമ്പിൽ തലയാക്കി മാറ്റുവാൻ സ്വർഗം നിന്നെ വിളിച്ചെങ്കിൽ കുഞ്ഞെ ആർക്കും നിന്നെ തകർക്കാൻ കഴിയാത്തതുപോലെ സകല നാമത്തിനും മേലായ നാമം നൽകി സകല സമ്പത്തും നന്മയും നൽകി സ്വർഗം നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. എല്ലാവരും കൂടെ ചേർന്ന് യേശുവിനെ ഒതുക്കി. എന്നിട്ട് കൈയടിച്ച് ചിരിച്ചു. ഇനി അവൻ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ 3-ാം നാളിൽ യേശു പുറത്തു. സ്തോത്രം. 3-ാം നാളിൽ യേശു പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ നീയും പുറത്തു വരും. സ്വത്രം. അകത്തിരുന്ന് നീ കരഞ്ഞാൽ പുറത്തു നീ വരുന്ന സന്തോഷത്തോടെ ആയിരിക്കും. സ്വത്രം. അകത്തിരുന്ന് ദൈവത്തോട് ചോദിച്ചാൽ പുറത്തു വന്ന് ദൈവത്തിന്റെ മഹത്വം നീ കാണും. നീ ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ പറയണം, ഈ ശത്രു എന്റെ മേൽ വാട കോരിയിട്ട് കാലങ്ങളായി ഇതിനെ ജയിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. സർവശക്തനെ അങ്ങ് വെളിപ്പെട്ടു വരണമേ. സകലതും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും തനിക്കൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകത്തില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും നവോമി അസാധ്യങ്ങളുടെ വാക്കുകൾ പറഞ്ഞിട്ടും രൂത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മച്ചി, ഞാൻ ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഒരുപാട് ദൈവങ്ങൾക്ക് ധൂപം കാട്ടിയിരുന്ന നാളുകളുണ്ട്. പക്ഷേ എന്ന് ഞാൻ ആ ഭവനം വിട്ടിറങ്ങി നിന്റെ വീട്ടിൽ വന്നോ, അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സ്വത്രം. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഇനി ആ ദൈവത്തെ ഞാൻ സേവിക്കും. നിന്നെ വിട്ടു പോകത്തുമില്ല. ഞാൻ ഇവിടെ നിന്ന് നിന്നെ വിട്ടു പോയാൽ ഞാൻ പോകുന്ന എങ്ങോട്ടൊക്കെ അറിയാമോ? അധമ പാതാളത്തിലേക്കാ, അന്ധകാരത്തിന്റെ നടുവിലേക്കാ. ജീവനില്ലാത്ത ദേവന്മാരെ വണങ്ങേണ്ടി വരും. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ നിന്നെ വിട്ടച്ച് ഞാൻ പോകത്തില്ല. എന്ത് കണ്ടട്ടാ? ഒരു നല്ല ആഹാരമില്ല, ഒരു വരുമാന മാർഗമില്ല. സ്വത്രം. അമ്മച്ചിക്ക് ആവതുമില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ രൂത്ത് നവോമിയുടെ കൂടെ നിന്നതെന്നറിയാമോ? അവൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കട്ടാ. എത്ര കാലമായി നമ്മൾ സേവിക്കുന്നു ദൈവത്തെ. ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടും പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മറന്നു പോകുകയല്ലേ. കുഞ്ഞേ, അപ്പൻ ചിലപ്പോൾ എതിരാവും, അമ്മ ചിലപ്പോൾ എതിരാവും, കൂടപ്പുറപ്പുകൾ മൊത്തം നിന്നെ തള്ളിക്കളയും. പക്ഷേ നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തും. സ്വത്രം. അവളുടെ മുമ്പിൽ നിന്നെ മാനിക്കും. ഭക്തന്മാർ പാടിയൊരു പാട്ടുണ്ട്, എന്റെ കീറുവസ്ത്രം എന്ന് മാറും, എന്റെ വെള്ളവസ്ത്രം എന്ന് കിട്ടും, എന്റെ ചെറ്റപ്പുര എന്ന് മാറും, അക്കരെ വീട്ടിൽ ഞാൻ എന്നു ചേരും. സ്വത്രം. ഒരു പ്രതീക്ഷയുമില്ല, എങ്കിലും അവനൊരു വിശ്വാസമുണ്ട്, ഞാൻ പോകും എന്റെ പ്രിയന്റെ അടുക്കൽ. ഇതൊന്നും മാറിയില്ലെങ്കിലും എന്റെ പ്രിയനെ ഞാൻ മുഖാമുഖമായി കാണും. അന്ന് എന്റെ കഷ്ടം തീരും. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയും, പാസ്റ്റർ, ഈ ജീവിതത്തിലെ സന്തോഷവും നന്മയും ഇല്ലാതെ ഇവിടെ കിടന്ന് നരകിച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെ ഈ സുഖ സൗഭാഗ്യങ്ങളൊന്നുമില്ല. അവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയോ ഉള്ളെന്നാ ഞാൻ കേട്ടത്. ബൈബിളിലും അതാ പറയുന്നത്. അവിടെ വിവാഹം കഴിക്കാനൊക്കത്തില്ല, അവിടെ വിരുന്ന് പോകാൻ പറ്റത്തില്ല, അവിടെ വസ്തു വാങ്ങിക്കാൻ പറ്റത്തില്ല, അവിടെ വലിയ വീട് വെക്കാൻ പറ്റത്തില്ല. ഇവിടെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? അതൊന്നും ഇവിടെ ചെയ്യാതെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് എന്ത് പ്രയോജനം? ഇതെല്ലാം നമ്മുടെ ചിന്ത. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്റെ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ നാമം നിമിത്തം, സുവിശേഷ നിമിത്തം നീ
അപ്പനെ അമ്മയോ വീടോ നിലമോ എന്തൊക്കെ വിട്ടേച്ച് നീ എന്നെ ആരാധിപ്പാനും എന്നെ ഉയർത്താനും വന്നോ, ആ നഷ്ടപ്പെട്ടതിന്റെ 100 മടങ്ങ് സ്വർഗത്തിൽ തരുമല്ല പറഞ്ഞത്. സ്വർഗത്തിൽ തരും എന്നല്ല പറഞ്ഞത്. നീ ആയിരിക്കുന്ന, നീ അധിവസിക്കുന്ന, നീ നിന്നെ അനുഭവിച്ച നിന്റെ ദേശത്ത് നിനക്ക് ദൈവം തരും. സ്വത്രം. ഇത് തരുമോ തരത്തില്ലയോ എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷെ പഴയ കാലത്തെ അപ്പച്ചന്മാർ ചിലർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സ്വത്രം. ഇവരൊക്കെ 10, 85, 90 വയസ്സൊക്കെ ആയവരുണ്ട്. ഇവിടെ ഒന്നുമല്ല, തിരുവല്ല, കോഴഞ്ചേരി, ചങ്ങനാശ്ശേരി, എറണാകുളത്തൊക്കെ പോയാൽ കാണാൻ കഴിയും. വലിയ മട്ടുപ്പാവ്, വീടിനകത്ത് കണ്ണൊക്കെ മങ്ങിയെങ്കിലും അത്യാവശ്യം ബൈബിളൊക്കെ വായിച്ചുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്ന അനേക അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇപ്പോഴും ഉണ്ട്. അവരോട് ചെന്ന് ചോദിക്കണം, സ്വത്രം, അപ്പച്ച അമ്മച്ചി, നിങ്ങൾ സേവിച്ച ദൈവം നിങ്ങളെ മറന്നോ? നിങ്ങളുടെ മക്കളെ തള്ളിക്കളഞ്ഞോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തിയേ എന്നൊന്ന് ചോദിക്കണം. സ്വത്രം. അപ്പൊ അവര് പറയും, മൂത്തവൻ ജോർജ്, അവൻ ഇംഗ്ലണ്ടില, അതിന് ഇളയത്ത് UK, അതിന്റെ ഇളയൊരു പെങ്കൊച്ച അവള് ഓസ്ട്രേലിയയില, അതിന് ഇളയത് 2 ഇരട്ട കൊച്ചുങ്ങളാ, അവര് സ്വിറ്റ്സർലൻഡില. സ്വത്രം. അതിന് ഇളയതൊരു കുഞ്ഞുണ്ട്. സ്വത്രം. അവൻ ഇവിടെ ഉണ്ട്, പക്ഷെ അവരുടെ ബാങ്ക് മാനേജരാ. സ്വത്രം. പിന്നെ ഒരു കൊച്ചുണ്ട്, അവൻ ഞങ്ങളെ വിട്ടച്ചൊക്കെ ഒത്തിരി അങ്ങ് ദൂരെ പോയി, അവനിപ്പോ IAS ഓഫീസറാ. അപ്പച്ചൻ എന്തോ പഠിച്ച് മക്കളെ പള്ളിക്കുടുത്തി പോയിട്ടില്ല. സ്വത്രം. കഷ്ടപ്പാടും ബദ്ധപ്പാടും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനകളും ദൈവത്തിന് സ്ഥലം ഇറക്കി വെച്ച എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഞാൻ പാടിയൊരു പാട്ടുണ്ട്. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയപ്പോഴും എന്റെ സഹായകൻ എനിക്ക് വേണ്ടി സ്വർഗ്ഗോന്നതങ്ങൾ വെടിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന് ഒന്നുമല്ലാതിരുന്ന എന്റെയും എന്റെ മക്കളെയും ഉയർത്തി മാനിച്ചു. സ്വത്രം. സ്വത്രം. ഒരു ഗുണവും കൂടി അവരിലുണ്ടായിരുന്നു. അവർ പഠിച്ച ദൈവസ്നേഹത്തിന്റെ ആഴത്തിലെ മത്സരമുണ്ടായിരുന്നില്ല, വിദ്വേഷമുണ്ടായിരുന്നില്ല, വെറുപ്പുണ്ടായിരുന്നില്ല, പകയുണ്ടായിരുന്നില്ല. കൂടപ്പുറപ്പിനെ കൂടപ്പുറപ്പായി, രക്തത്തിന് രക്തവും മാംസത്തിന് മാംസമായി സ്നേഹിച്ചു. ഒരെണ്ണം രക്ഷപ്പെട്ട ബാക്കി എല്ലാത്തിനും രക്ഷപ്പെടുത്തും. കാരണം അകത്ത് വളർന്നു വന്നത് പാഷ്വാലിറ്റി അല്ല, മത്സരമല്ല, താഴ്മയും വിനയവും സ്നേഹവുമാ. അങ്ങനെ പഠിപ്പിച്ച നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ ദൈവദാസന്മാരും ദൈവമക്കളും അവർ സേവിച്ച ദൈവത്തിന്റെ മഹത്വം അവർ കണ്ടത് മത്സരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ അല്ല, പിന്നെയോ സ്നേഹിക്കുന്ന, കരുതുന്ന, കൂടപ്പുറപ്പുള്ള ദൈവസ്നേഹം. ഒരു സഭയ്ക്കകത്ത് 10, 15, 20, 40, 60, 100, 150 കുടുംബമുണ്ട്. പക്ഷെ പരസ്പരം ഒന്ന് സംസാരിക്കോ സഹകരിക്കോ കൈകൊടുക്കോ ചെയ്യാതെ എവിടെയൊക്കെ പോകാൻ വേണ്ടി വന്ന് ധൃതി പിടിച്ച് രാവിലെ ആരാധനയ്ക്ക് വരും, ആരാധന തീർന്നിട്ട് സ്വോത്രകാഴ്ച ഇട്ടിട്ട് ഫാസ്റ്റൊക്കെ കൈപോലും കൊടുക്കാതെ ഓടുന്ന വിശ്വാസികൾ. ഇനി തിരുവഴുത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ കുറ്റം കണ്ടെത്തി ന്യായം വിധിക്കാൻ നിൽക്കുന്ന വിശ്വാസികൾ. പത്രം ദൈവവചനത്തിൽ നിന്ന് പാസ്റ്റർ എന്തെങ്കിലും ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ ഉടനെ പറയും ഇയാൾ ശരിയല്ല, ഞാൻ പോവുക. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് അത് പ്രകാരം യാത്ര ചെയ്താലുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നീ നന്മ അനുഭവിക്കുക. യെശയ്യാപ്രവാചക പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം വായിച്ചോ. യെശയ്യാപ്രവാചക പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ മനസ്സു വച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ
സ്വത്രം. അപ്പം നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തില്ല? ദൈവത്തെയും ദൈവവചനത്തെയും നീ അനുസരിക്കാത്തത് കൊണ്ടാണ്. സ്വത്രം. ദൈവത്തെയും ദൈവവചനത്തെയും നീ അനുസരിക്കാത്തത് കൊണ്ടാണ് നീ അനുഭവിക്കേണ്ടുന്ന നന്മ നിന്റെ കരത്തിൽ വരാതെ വഴുതിപ്പോകുന്നത്. അടുത്ത സ്വത്രം. ദൈവം പറയുകയാണ്, നീ ദൈവത്തോടും ദൈവവചനത്തോടും മത്സരിച്ചാൽ നീ സ്വസ്ഥമായി ജീവിക്കത്തില്ല. എന്നും നിന്റെ ശരീരത്തിനകത്ത് രോഗം അങ്ങനെ നിനക്ക് മാറിപ്പോകത്തില്ല. ദൈവമക്കളെ കുറ്റം പറഞ്ഞ് ദൈവദാസനെ പരിഹസിച്ച് മത്സരിച്ച് നിന്നാൽ സ്വത്രം, നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും എന്ത് കാണത്തില്ല? സന്തോഷം അനുഭവിക്കാൻ ഇടവരത്തില്ല. ദൈവത്തിന്റെ വചനം പറയുക. അതുകൊണ്ട് മത്സരികളായി മാറാതെ നിന്നെ തന്നെ ദൈവത്തിന്റെ കാര്യത്തിൽ താഴ്ത്തി കൊടുത്തിട്ട്, ഞാനൊന്നുമില്ല ദൈവമേ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് മാത്രമാണ്, നിന്റെ ദയ കൊണ്ട് മാത്രമാണ്, നീ എന്നെ സൂക്ഷിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാൻ രാത്രി രാമങ്ങൾ നീ തയ്യാറാകുമെങ്കിൽ സ്വത്രം എന്ത് കിട്ടും? അനുഗ്രഹം, സന്തോഷം, നന്മ. സ്വത്രം. ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇടത്തും വലത്തും നിൽക്കുന്നവർ പലരും വീഴും. പക്ഷെ നീ നിൽക്കുന്നത് നിന്റെ കാലിലല്ല, ദൈവത്തിന്റെ കൃപയിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കണം. കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാകും. നീ പാടാൻ പോകുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നീ ദൈവത്തെ ഉയർത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ പറയുന്നവർ അവിടെ കടന്ന് പറയട്ടെ, എന്നെ ഞാനാക്കി തീർത്ത എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു പറഞ്ഞ് മുഴുമനസ്സോടെ മുഴുശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കഷ്ടത മാറും, കണ്ണുനീര് നീങ്ങും, നീ ജയത്തിന്റെ പാട്ടുപാടും. പ്രവാചക പുസ്തകം 41 അധ്യായം അതിന്റെ 10 വാക്യം ഒന്ന് വായിച്ചേ. സ്വത്രം. പ്രവാചക പുസ്തകം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്വത്രം. കുഞ്ഞേ, നീ പേടിക്കണ്ട. സ്വത്രം. ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല, കാരണം ഞാൻ നിന്റെ കൂടെ. സ്വത്രം. ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് കർത്താവേ കലക്കം കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ നിന്റെ കുടുംബത്തിനകത്തുണ്ട്. സ്വത്രം. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിക്ക് തടസ്സം നിൽക്കുന്ന ഒരു പിശാച് നിന്നെ തകർക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നീ എന്റെ ദൈവമാണ്. സ്വത്രം. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹോവേ, നീ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുണ്ട്? എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറഞ്ഞത്? പക്ഷെ ശലോമോൻ അങ്ങനെ പറഞ്ഞില്ല. ദാവീദ് അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാ? ഒന്നുമില്ലാതിരുന്നവനെ എന്തെങ്കിലും ആക്കിയെങ്കിൽ അത് ദൈവമാക്കിയതെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അത്ര സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ മിടുക്കും കഴിവും എന്റെ പാണ്ഡിത്യവും കൊണ്ടൊന്നുമല്ല. സത്യം പറഞ്ഞ ഇന്നും കറക്റ്റ് ഒരു വാക്യം കറക്റ്റായിട്ട് റെഫറൻസ് ഉൾപ്പെടെ കാണാതെ പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നുവരെയും ദൈവം എന്നെ നടത്തി, ഇന്നുവരെയും ദൈവം എന്നെ നിർത്തി. ഇന്നുവരെയും പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി ദൈവം തന്നു. ഏതൊക്കെ വചനമെടുത്ത് പ്രസംഗിക്കണമോ അതൊക്കെ പ്രസംഗിക്കാൻ സ്വർഗം എന്റെ നാവിന് ബലം നൽകി. എനിക്കൊരു കഴിവുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വായിക്കുന്നത് പോലെ വായിക്കാനോ, നിങ്ങൾ പാടുന്ന പോലെ പാടാനോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാനോ ഇപ്പോഴും എനിക്കറിയത്തില്ല. എന്നെ കൊണ്ടൊന്ന് കഴിയത്തുമില്ല. സ്വത്രം. പക്ഷെ ഞാൻ ഒന്നറിയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഉടപ്പുറപ്പെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോക ജീവിതയാത്രയിൽ നമ്മൾ ലോകകാര്യത്തിലെല്ലാം ഇടപെടും. പക്ഷെ അല്പനിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. 24 മണിക്കൂർ നമുക്ക് കിട്ടുമ്പോൾ 1 മണിക്കൂർ മാറിയിരുന്ന് രാവിലെ വൈകിട്ടും ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ, പ്രാർത്ഥിപ്പാൻ നിങ്ങളൊന്ന് സമയം കണ്ടെത്തി നോക്ക്. നിങ്ങളുടെ സ്ഥിതി ഇരുട്ടി വെളുക്കുന്നത് പോലെ സ്വർഗം മാറ്റും. നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ആരൊക്കെ നിന്നിച്ചോ അവരുടെ മുമ്പിൽ സ്വർഗം നിങ്ങളെ മാനിക്കും. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഒരു നല്ല വസ്ത്രമില്ല, ഒരു നല്ല ആഹാരം കഴിക്കണം ആഗ്രഹിച്ചിട്ട് അത് ലഭിക്കുന്നില്ല, നല്ല ശരീരാത്മദേഹികൾ പലപ്പോഴും രോഗം ബാധിച്ചിട്ട് ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചോദിച്ച് കരഞ്ഞിട്ടില്ലേ? ആ സമയത്ത്
സമയത്ത് നീ പോലും അറിയാതെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വിടുതൽ തന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ, നിന്നെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ കാര്യത്തിൽ നിന്നെ കൊടുത്തിട്ട് രാവിലെയും രാത്രിയും ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, ഒന്ന് നന്ദി പറയുവാൻ, ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ നീ ഒന്ന് സമയം കെട്ടത് നോക്ക്. ഒരനർത്ഥവും ഒരു ബാധയും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെ തൊടാതെ സ്വർഗം സൂക്ഷിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതികാലത്തെ ഉണർന്നെഴുന്നേറ്റ് സ്വത്രം നീ എന്ത് ചെയ്യണമെന്നാ? ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. എന്നിട്ട് നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്താൻ നീ ലോകത്തിൽ നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ നിനക്ക് കടന്നു പോകാം. അധികാലത്തെ ദൈവത്തിന്റെ മുഖം നീ അന്വേഷിക്കുന്നതുകൊണ്ട് സന്ധ്യ വരെയും സ്വർഗം നിന്നെ കാക്കും. സ്വത്രം ആ കാത്ത ദൈവത്തിന് നന്ദി പറയുക രാത്രിയുടെ യാമത്തിലെ പ്രാർത്ഥന. സ്വത്രം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ എവിടെ പോയിട്ട് വന്നാലും, എത്ര പാതിരാത്രി ആയാലും, ഇനി രാവിലെ 5 മണിക്കാണ് ഞാൻ വീട്ടിൽ വരുന്നതിലും ഞാൻ മയങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതിന്റെ കാരണം എന്നെക്കാൽ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് എനിക്ക് ആഹാരം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്ന് സുഖമായി നിദ്രയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കി കൊണ്ടുവന്നു. ആ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്വത്രം നമുക്ക് വ്യക്തമായി യെശയ്യാ 43:18 വായിക്കാമോ? യെശയ്യാ 43:18. അവരെ ഇന്നലെ കഴിഞ്ഞു പോയതിനെ നിങ്ങൾ ഓർക്കണ്ട, അതിനെ വിട്ടുകള. അതിനി ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങി വരത്തില്ല. പക്ഷെ ദൈവത്തിന് പദ്ധതിയുണ്ട്, അത് നിങ്ങൾക്ക് തരും. ഇല്ലെങ്കിൽ അതിലും മേത്തരമായത്, അതിലും ശ്രേഷ്ഠകരമായത് സ്വർഗം നിങ്ങൾക്ക് വച്ചിട്ടുണ്ട്. സ്വത്രം ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെടുത്തുന്ന ഒരു പിശാചും നിങ്ങളുടെ പിന്നാലെ വരത്തില്ല. നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി സ്വർഗം നിങ്ങളെ ഉയർത്തും. ആ വിശ്വാസം അകത്ത് വന്നിട്ട് ഒരാമേൻ പറയണം. മുമ്പുള്ളവേ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവേ ഞാൻ പണ്ട് അതായിരുന്നു, ഞാൻ പണ്ട് ഇതായിരുന്നു, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, അതൊന്നും നിങ്ങൾ പറഞ്ഞു പൊങ്ങണ്ട. സ്വത്രം അതൊക്കെ കഴിഞ്ഞു പോയതാ. വരുവാനുള്ള ദൈവത്തിന്റെ മഹത്വം കാണ്. താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. സ്വത്രം നിന്റെ കുഞ്ഞോടി നടക്കുമ്പോ അവൻ അത്രയും ബലം കൊടുത്ത ദൈവമാണെന്നുള്ള ചിന്ത അകത്ത് വരട്ടെ. കഷ്ടത്തിന് നടുവിൽ തകർന്നു പോകാതെ താങ്ങിയത് ദൈവമാണെന്നുള്ള ചിന്ത വരട്ടെ. ജീവിതത്തിന് അടഞ്ഞുപോയ വഴികൾ ഓപ്പണാക്കാൻ എന്റെ ദൈവത്തിന് കഴിയുന്ന വിശ്വാസം അകത്ത് വരട്ടെ. വിദ്യാഭ്യാസ ഭാവി പലപ്പോഴും ബ്ലോക്കായി എന്ന് പറഞ്ഞ് നിരാശയോടെ ഭവനത്തിനകത്ത് ഇരിക്കാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നത് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക. നീ പോലും അറിയാത്ത പുത്തൻ വാതിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. സഹോദരങ്ങളെ, പണ്ടുള്ള സഹോദരങ്ങളൊന്നും വലിയ പഠിത്തമൊന്നും പഠിച്ചിട്ടുള്ളവരുമല്ല. മിക്കവാറും ഉള്ളവരെല്ലാം 10ാം ക്ലാസ് തോറ്റ പാർട്ടികളാണ്. കാരണം എന്റെ മൂത്ത സഹോദരി പഠിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ക്ലാസ്സാണ് 10ാം ക്ലാസ്. അത് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയം എഴുതി പാസ്സാവണം. എല്ലാ വിഷയം എഴുതി പാസ്സായി MBBS പോവാം. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പൊ എത്ര ഡിഗ്രി എടുത്താൽ പോകാൻ പറ്റും? +2 കഴിഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം പരീക്ഷ എഴുതണം? സ്വത്രം നാം തിരിച്ചറിയണം, ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലം നമ്മുടെ പിതാക്കന്മാർക്കുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്. ഇനി ഒന്നുകൂടി ചേർത്ത് പറയാം, ലോകരാജ്യം മുഴുവനും കീഴടക്കിയത് ആരാണെന്ന് വെച്ചാൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മക്കളാ. ഒത്തം നിങ്ങൾക്കറിയാമോ, അമേരിക്ക നാട്ടിൽ കിടക്കുന്ന 100 പേരുണ്ടെങ്കിൽ 80 പേരും പെന്തിക്കോസുകാരായ മക്കളാ. ഒത്തം വെല്ലെണ്ണാന്നുള്ള മറ്റ് നാമധേയ ക്രൈസ്തവരായിട്ടുള്ള ഒരു അമേരിക്കൻ നാടുകളിൽ കിടക്കുന്നത്. ഇത് പഠിക്കണം. അവര് പോലും ഇപ്പം പെന്തിക്കോസിനകത്ത് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന് മാത്രമേ തങ്ങളെ ഉയർത്താൻ കഴിയത്തുള്ളൂ. അവർക്ക് ഉറപ്പുണ്ട്. ഇന്നലെ വരെ ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിച്ചു നടന്ന് തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും പട്ടിണിയും ദുഃഖവും ദുരിതവും പ്രയാസവും വന്നിട്ട് നേർച്ചകളും കാഴ്ചകളും കൊടുത്ത് മുടിഞ്ഞതല്ലാതെ
രക്ഷ പ്രാപിച്ചില്ല. അപ്പോഴാണ് അറിയുന്നത് യേശുവിൽ ആശ്രയിച്ച രക്ഷയുണ്ടെന്ന്. അവർ ഓടി ദൈവത്തിന്റെ അടുക്കലേക്ക്. ദൈവം അവരെ ഉയർത്തി മാനിച്ചു. ഇപ്പൊ അവര് പറയുന്നൊരു കാര്യമുണ്ട്: പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, മാത്രം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പിന്നെന്തുവാ? സ്വത്രം പാട്ടും പറഞ്ഞു. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. സ്വത്രം. അപ്പം കണ്ടവരാ പാടിയത്. നമ്മള് പാടുന്നുണ്ട്, പക്ഷെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. എന്താ കാര്യം? കരുതുമ്പം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ല. സ്വത്രം. പാടിക്കൊണ്ട് ഒത്തിരി കാലം നടന്നു, പക്ഷെ കർത്താവ് കരുതിയപ്പോ നമ്മൾ എവിടെ ഇല്ല? ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ല. എന്റെ കാരണം വേറൊന്നുമല്ല, കാലം കുറെ ആയില്ലേ, ഇനിയിപ്പം ഒന്നും നടക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. സ്വത്രം. ഈ നല്ല പകലിൽ ഞാൻ വ്യക്തമായി പറയാം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ജീവന്റെ കിരീടം പ്രാപിക്കുന്നു പറഞ്ഞാല് മേളി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം മാത്രമല്ല, ഇവിടെയും നീ ആഗ്രഹിക്കുന്നത് കണ്ടേ പോകുന്ന ആ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥമാർത്ഥ വ്യാപ്തി. അതുകൊണ്ട് നീ പഴയതിനെ ഓർത്തോട് നടക്കാതെ വരുവാനുള്ള ദൈവത്തിന്റെ മഹത്വത്തിന് തേജസ് കണ്ടുകൊണ്ട് നീ ദൈവത്തിന് സ്തുതി കരേറ്റാൻ തയ്യാറാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി സ്വത്രം ദൈവം നിന്നെ വഴി നടത്തും. യെശയ്യാ 45:2 വായിച്ചേ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവ പൈതലേ, ദൈവസന്നിധി കൊണ്ടുവന്ന വിയർപ്പിന്റെ ഒരു കണം സ്വത്രകാഴ്ച പാത്രത്തിൽ ഇടുന്ന ദൈവ പൈതലേ, തിരുവചനം ചുമക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനം പറയാണ്, നിനക്ക് മുമ്പേ ആര് പോകും? ദൂതൻ പോകുമെന്ന്. അടുത്തേ, അവൻ നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കും. സ്വത്രം. വേണോ? അതോ കുഴിയിൽ വീണ് ഞൊണ്ടി നടക്കണോ? വേണ്ട. അങ്ങനെയാണെങ്കിൽ ദൂതൻ പോകുന്ന വഴിയിൽ ഒരു പതിയിരിപ്പ് ശക്തിയും നിന്നെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിനക്ക് മുമ്പേ ദൂതൻ പോകുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പുറപ്പാട് പുസ്തകം അവിടെ കൈവച്ചോ. പുറപ്പാട് പുസ്തകം 23-20 വാക്യം പറഞ്ഞ് അവനോട് വിഘടിക്കരുത്. സ്വത്രം. ദൈവത്തിന്റെ ദൂതോട് മത്സരിക്കരുത്. അവൻ നിന്നോട് ക്ഷമിക്കുകയില്ല. സ്വത്രം. ദൈവത്തിന്റെ ദൂതനോട് മത്സരിച്ചാൽ അവൻ ക്ഷമിക്കില്ലെങ്കിൽ ദൂതൻ നിനക്ക് വേണ്ടി ഒന്ന് വഴികാട്ടിയായിട്ടാ അവൻ പറഞ്ഞ് കേട്ട അനുസരിച്ചാൽ. വായിച്ചോ. സ്വത്രം. നിന്റെ അവകാശത്തെ പൂട്ടിക്കെട്ടി വെച്ച് തരത്തില്ലെന്ന് പറഞ്ഞ ആ അവകാശത്തെ കെട്ടിവെച്ചിരിക്കുന്ന വാതിലുകളെ ദൂതൻ തകർക്കും. നിനക്ക് വേണ്ടി, നിന്റെ സന്തതിക്ക് വേണ്ടി, നിന്റെ കൂട്ടാളിക്ക് വേണ്ടി. വേണോങ്കിൽ യേശുവിനെ മുറുകെ പിടിക്കുക. ദൈവത്തിന്റെ വചനം പറഞ്ഞു പറയാൻ സ്വത്രം പറ. അടുത്ത നിന്നെ വിളിച്ചവൻ വിശ്വസ്തന. അവൻ സകലത്തിനും മീതെ സർവത്തിനും മീതെ അധിവസിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ സ്വത്രം. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാദങ്ങളെ തകർത്ത് ഓടാമ്പലുകളെ കണ്ണിച്ച് നിനക്ക് ജയം തരുമെങ്കിൽ ആ തരുന്ന ദൈവത്തെ നീ എങ്ങനെ സേവിക്കണം എന്നറിയാമോ? 128 സങ്കീർത്തനം 1-2 വാക്യം ആണ്. എടുത്തു വായിക്കണം. സ്വത്രം. എടുത്തു വായിച്ചു, കുഴപ്പമില്ല, പറഞ്ഞു നല്ലതാണ്. സ്വത്രം. എന്താണ്? യഹോവയെ ഭയപ്പെടണം. ഈ ലോകത്തിൽ വേറെ ആരെ നീ പേടിക്കണ്ട. ദൈവത്തെ ഭയപ്പെട്ടാൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ സേവിച്ചാൽ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ഉയർത്തിയാൽ നിന്റെ കുടുംബത്തിനകത്ത് നന്മയുണ്ടാവും. സ്വത്രം. ആരെല്ലാം അതിനെതിരെ വാടകോരി നിന്ന് ഏതെല്ലാം നിയമത്തിന്റെ കുരുക്ക് കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിച്ച് ദേശത്ത് പരസ്യക്കോലമാക്കുമെന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റ് വന്നാലും അവരെ തല തകർത്ത് നിനക്ക് നിന്റെ സന്തതിക്ക് സ്വർഗം ചെയ്യാൻ തരും. അതിനെന്തു വേണമെന്നറിയാമോ?
ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന വഴിയിൽ നടക്കണം. ഒരുപാട് പേര് നടന്നു, പലരും വഴിയിൽ ക്ഷീണിച്ച് തളർന്നും വീണു. എന്നാൽ ക്ഷീണം മറന്ന് നടന്നവരെല്ലാം നിത്യതയിൽ ചെന്ന് ചേർന്നു. ക്ഷീണിച്ച് പുറകോട്ട് നോക്കിയവരെല്ലാം എന്തായി മാറി? ലോത്തിന്റെ ഭാര്യയെ പോലെയായി. സ്വത്രം. മുൻപോട്ട് നോക്കി ഓടുന്ന നീ ഞാനും ഒരിക്കലും പുറകിൽ എന്ത് വീണെന്ന് പറഞ്ഞാലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, മുമ്പോട്ട് നോക്കി പോണം. കാരണം കർത്താവ് പറഞ്ഞു, മുൻപുള്ളവയെ നീ ഓർക്കണ്ട, ഇപ്പോഴുള്ളവയെ നിരൂപിക്കാൻ വേണ്ട, വരുവാനുള്ളത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യും. സ്വത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് സ്വത്രം എന്ത് പറഞ്ഞു? മോനെ, ഞാൻ നിന്നെ കാണിപ്പാനിക ദേശത്തേക്ക് പോടാ. അബ്രഹാം തിരിഞ്ഞു നോക്കിയില്ല. ദൈവം അത് നീതിയായി കണക്കിട്ടെങ്കിൽ ഇവിടെ പറയുന്നു സ്വത്രം, ദൈവത്തിന് വചനപ്രകാരം ദൈവത്തിന് വഴി നടന്നാൽ വായിക്കാം. അറിവ് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അത് പോകുന്നല്ല, സ്വത്രം. നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ സ്വത്രം കുറഞ്ഞത് 500 രൂപ വേണം. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാലും 5 രൂപ വേണം. 5 രൂപ വേണ്ടേ? കാരണം തുണ്ടെടുക്കണം, 5 രൂപ കൊടുത്തില്ല, തുണ്ട് തരണം. ബാക്കിയുള്ള കാര്യം പിന്നീട്. സ്വത്രം. ഇനി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ പറയും രക്തം പരിശോധിക്കണം, കഫം പരിശോധിക്കണം, മൂത്രം പരിശോധിക്കണം. രൂപ 300 അങ്ങ് പോയി കിട്ടിയോ? സ്വത്രം. രൂപ 300 പോയി, രൂപ 500 പോയി. ഈ 500 രൂപ പോകുമ്പോ ഞാനിത് ഡോക്ടർക്ക് കൊടുക്കത്തില്ല, ഇല്ലേ ആശുപത്രി കൊടുക്കത്തില്ല. ഞാൻ ഇതിനകത്തുനിന്നൊരു 250 രൂപ എടുത്ത് ഞാൻ എന്റെ പാസ് കൊടുക്കാൻ പോവാം. ഞാൻ ചാവുന്നത് ചാവട്ടെ എന്ന് നിങ്ങൾ പറയുവോ? സ്വത്രം. അപ്പുറത്തേക്കുന്ന മേരിക്കുട്ടിയോട് ഈ ചത്തു ഓടിപ്പോടി, പണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു തലകറക്കം വന്നതാ, അവള് വീട് ചത്ത, അവൾ ഓടിപ്പോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായവനാ. എന്റെ ദൈവം പറഞ്ഞു ചെയ്യും. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. എനിക്ക് ദൈവം തരുന്നത് മതി. ഞാൻ ചാവത്തില്ല. എന്റെ മേൽ ഒത്തിരി വാഗ്ദത്തമുണ്ട്. ഇത് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അത് കഴിയണം സഹോദരങ്ങളെ. അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകത്തില്ല. രോഗം എടുത്തു മാറ്റും. കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ സമയം പോയി. 5 മിനിറ്റേ ഉള്ളൂ. സ്വത്രം. ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട്. സ്വത്രം. അതുകൊണ്ട് വ്യക്തമായി പറയട്ടെ, നമുക്ക് ആ 500 രൂപയ്ക്കകത്ത് 250 രൂപ എടുത്ത് നല്ലൊരു കപ്പയും മീനും ഒക്കെ വാങ്ങിച്ച് നല്ലൊരു പ്രാർത്ഥന വീട്ടിലൊക്കെ നടത്തിയാൽ മതി. പാസ്റ്റേ ഒന്ന് വാ പാസ്റ്റേ, പ്രാർത്ഥിക്കണം. അവിടെ ചെന്നത് പറയാം, പാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശന്നിരുന്ന് പ്രാർത്ഥിക്കണ്ട. അപ്പൊ ഈ പാസ്റ്റ് തിന്ന് കഴിയുമ്പോൾ പാസ്റ്റൊക്കെ തോന്നി ഒരിക്കലും ഇല്ലാത്തല്ല അമ്മമാരുടെ ഇറച്ചി മീനൊക്കെ വെച്ച് ചോറൊക്കെ തരുന്നു, എന്തോ കാര്യമുണ്ടല്ലോ. പാസ്റ്റേ ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ഞാൻ കേട്ടപ്പോ എനിക്കൊരാഗ്രഹം ഒന്ന് പരീക്ഷിക്കണമെന്ന്. അങ്ങനെ ഞാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചതാ. ഇങ്ങനൊരു വിഷയമുണ്ട്. പേടിക്കേണ്ട സഹോദരി, ഇപ്പൊ പോകും. ആത്മാർത്ഥതയോടെ പാസ്റ്റ് പ്രാർത്ഥിക്കും. ഇറച്ചി മീനൊക്കെ തിന്നില്ലേ, വിടുതൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ തരുമോ? സ്വത്രം. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ പൊതുവുള്ള കാര്യമാണ് പറയുന്നത്. വിടുതൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ തരുമോ? അയാളെ വിളിച്ച് 250 രൂപ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലും കിട്ടിയില്ല എന്നല്ലേ പറയത്തോളൂ. അപ്പൊ പാസ്റ്റർ ഉറപ്പി പ്രാർത്ഥിക്കുവോ? ഇല്ല. പക്ഷെ നമുക്ക് എന്തില്ല? വിശ്വാസമില്ല. നമുക്ക് വിശ്വാസമില്ല. പിന്നെ എപ്പോഴാ വിശ്വാസം വരുന്നത്? എന്റെ യൂട്യൂബില് മെസ്സേജ് കേട്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് ഐസിയുവിൽ കിടക്കുന്നവരെ ഫ്രീ ആയിട്ട് പുറത്തു വന്ന ചരിത്രങ്ങൾ ഉണ്ട്. ഐസിയുവിൽ കിടക്കുന്ന പ്രാണന് വേണ്ടി മല്ലിടുന്ന പലരും ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇപ്പോൾ ഞാൻ 100 കണക്കിന് പേരെ ഞാൻ തരാം. അത് യൂട്യൂബിലെ മെസ്സേജ് കേട്ടിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചവരാ. ഒന്നും പറയണ്ട. നമ്മുടെ ജോസ് പാസ്റ്റർ, ഇവിടുത്തെ ഈ ഷാപ്പുമുക്കിനപ്പുറത്ത് ജോസ് പാസ്റ്റർ നടത്തുന്ന ചർച്ചില് ഒരച്ഛൻ ഈ അറ്റാക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി ഇവിടെ കൊണ്ടുവന്ന് ചലനമറ്റ് കിടക്കുകയാണ്. ചലനമറ്റ് കിടക്കുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു തുടിപ്പേ ഉള്ളു. ഞാനവിടെ ചെന്നപ്പം അവിടെ പാസ്റ്റർ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, ഇദ്ദേഹം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തത് ചെറിയതൊന്നുമല്ല.
അദ്ദേഹത്തിന് ഉള്ള വസ്തുവിനൊരു വിഹിതം തന്നിട്ടാണ് അവിടെ പള്ളി പണിഞ്ഞ പിന്നെ ഇടം തന്നത്. അവിടെ ആരാ നടത്തി? പള്ളിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എന്ത് കാര്യമുണ്ടല്ലോ പുള്ളിക്കാരനാ ചെയ്യുന്നത്. ആ മനുഷ്യനാണ് ഈ കിടക്കുന്നത്. എനിക്കെന്ത് വേണം? ഞാൻ കണ്ടു, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുന്ന പോരെ. എന്റെ വിശ്വാസി അല്ലല്ലോ. സ്തോത്രം. പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? സ്തോത്രം. പക്ഷേ ആ പറഞ്ഞത് കേട്ടപ്പോഴുണ്ടല്ലോ, ദൈവത്തിനു വേണ്ടി താൻ കൊടുത്ത വില അത് അവസാന നിമിഷത്തിൽ ഒരു ചോദ്യചിഹ്നമായി ലോകയുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടുമെന്ന് ഓർത്തപ്പോഴല്ലോ എന്റെ ചങ്ക് പിടച്ചു. അത് പിടയ്ക്കണമെങ്കിലേ അകത്ത് ദൈവസ്നേഹം വേണം. അവര് വീണ എനിക്കെത്തുക? അവര് ആശുപത്രി പോകും. പാതിരാത്രി ഉഷ ചേച്ചി വിളിക്കുമ്പോ ഓടി ചെല്ലുന്നത് ഉഷ ചേച്ചി ഓർത്തിട്ടല്ല, ദൈവത്തെ ഓർത്തിട്ടാ. സ്വത്രം. ദൈവത്തെ ഓർത്തിട്ടാ. കാരണം എന്നെ വിളിക്കുന്നതിന്റെ പിന്നിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്. ആ പോൾ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാ എനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. സ്വത്രം. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തി ഞാൻ ഒന്നുകൂടെ മൊബൈൽ ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയാലോ, അടുത്ത ദിവസം എന്റെ ഉറക്കം കെടും. ആ ഉറക്കത്തെ കെടുത്തിയിട്ട് ഞാൻ പോയാൽ ഉഷ ചേച്ചിക്ക് ഉറക്കം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഷായലിന് ഉറക്കമുണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണോ അവർക്ക് ഉറക്കമുണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന ആ പൈശാചിക തലത്തെ ശാസിപ്പാണ് ദൈവം എന്നെ വെച്ചേക്കുന്നത്. ഞാൻ കിടന്നുറങ്ങിയാലോ കുഴപ്പമില്ല, രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞാലോ എന്റെ ഉറക്കം പോവും. ഒത്രം. നല്ല പകല് ഞാൻ നിങ്ങളോട് പറയാം, ആ മനുഷ്യനെ കണ്ടപ്പോ ഞാൻ ആ കട്ടിലിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ, ദൈവമേ, നിനക്ക് വേണ്ടി ഓടി അധ്വാനിച്ച് നിന്നെ ആരാധിപ്പാൻ തകർന്നു പോയ ജീവിതങ്ങൾക്ക് ഒരു ആലയം പണിയാൻ സ്വന്തം സ്ഥലം കൊടുത്ത ഈ മനുഷ്യനെ നീ മറക്കല്ലേ അപ്പാ. ഈ തൊണ്ടയ്ക്കത്തെ തുടുപ്പ് ജീവനായി പുറത്തു വരട്ടെ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ അമ്മാമ്മയോടും ആ പാസ്റ്ററോടും ഞാനിങ്ങനെ പറഞ്ഞു, നാളെ വൈകുന്നേരത്ത് അച്ഛനെ ഇവിടുന്ന് കൊണ്ടുപോകാം. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വത്രം. അന്ന് രാത്രി ആ മനുഷ്യൻ സുഖമായി കിടന്ന് ഉറങ്ങി. നേരം വെളുത്തപ്പോൾ എഴുന്നിട്ടുണ്ടെങ്കിൽ കഞ്ഞി വേണമെന്ന്. സ്വത്രം. നേരം വെളുത്തപ്പോൾ പറഞ്ഞു എനിക്ക് കഞ്ഞി വേണം. ഇനി ആ മനുഷ്യനാണ് നമ്മുടെ കന്നാലിയുള്ള അപ്പച്ചനൊക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ കന്നാലിയെ വളർത്തുന്ന അപ്പച്ചനുണ്ട് ഇവിടുത്തെ. ആ അപ്പച്ചന്റെ കാര്യം പറഞ്ഞാൽ മതി. അപ്പച്ചന് തീരെ വയ്യാന്ന് കാണുമ്പം ആൾക്കാരെ കാശും കൊടുത്തിട്ടുണ്ട് പാസ്റ്റർ ഇങ്ങനെ കൊണ്ടുവരാൻ പറയും. പാസ്റ്റർ അന്വേഷിച്ചെന്ന് പറയും. ഇല്ലെങ്കിൽ ആ അവിടുത്തെ ചേച്ചി അവരെ മരുമോൾ എന്നോട് പറയും, പാസ്റ്റർ അപ്പച്ചൻ തിരക്കുന്നുണ്ട്, എളുപ്പച്ചല്ല, അപ്പച്ചന് വയ്യ. സവരങ്ങളെ ചെന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, അപ്പോഴേ സൗഖ്യ. അപ്പച്ചൻ ബന്ധുക്കൂസാരനൊന്നും അല്ല. അപ്പച്ചൻ ഇവിടെ കത്തോലിക്ക പള്ളിയിൽ, അത് യാക്കോബ പള്ളിയിൽ എവിടെയാ പോകുന്നത് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ അപ്പച്ചനെ മേലൊന്ന് കൈ വെച്ചൊരു വാക്ക് പ്രാർത്ഥിക്കുമ്പം അത്ഭുത സൗഖ്യമാ. അപ്പച്ചൻ തുള്ളിച്ചാടി കുതിരയെ പോലെ ഓടിയാ നടക്കുന്നത്. എന്റെ കാരണം കർത്താവ് നോക്കുന്നത് പെന്തിക്കോസാരനെ അല്ല, അകത്തെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ. ആ വിശ്വാസം വർദ്ധിക്കുമ്പോൾ മഹത്വം വെളിപ്പെടും. ഇന്ന് ആ പിതാവ് ഓടി നടക്കും. ഇപ്പൊ പള്ളിയൊക്കെ പുതുക്കിപ്പെടുത്തി. സ്വത്രം. നമ്മുടെ ഇവിടെ വരുന്ന പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, മാറാടിയിൽ വരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. ആ പാസ്റ്ററുടെ ഏറ്റവും ഇളയ മോളെ കെട്ടിയ ആ സഹോദരന്റെ അപ്പന്റെ കാര്യം പറയുന്നത്. സ്വന്തം. ദൈവം ആരാന്നറിയാമോ? നിന്റെ കണ്ണുനീര് അവന്റെ പാദപീഠത്തിൽ വീഴുന്നെങ്കിൽ അതിന് മറികടന്നു പോകാതെ നിനക്ക് വേണ്ടത് തന്നു നിറയ്ക്കുന്നവന് കർത്താവ്. ഒരുവൻ സർവ്വലോകവും നേടിയാലും ജീവിതത്തിന് സമാധാനം തോന്നതയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഒരു കെട്ട് നോട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കത്തില്ല. ഈ നോട്ടിനകത്തല്ല കാര്യം. അങ്ങനെയായിരുന്നെങ്കിൽ അനന്യേസൻ സമീരെ രക്ഷപ്പെടത്തില്ലായിരുന്നോ?
അറിയാമോ? അനന്യാസ സഭയിലെ കൃപ പ്രാപിക്കാൻ പോയി. അറിയാമോ? ഉള്ള മുതലെല്ലാം വിറ്റിട്ട് പോയി. കൃപ പ്രാപിച്ചിട്ട് കൂടുതൽ നേടാൻ അവിടെ ചെന്നപ്പോൾ ചിന്ത എല്ലാം കൊടുത്താൽ പിന്നെ നമ്മളെന്തോ ചെയ്യും, കുറച്ചങ്ങ് വാരി മാറ്റി വെച്ച്. പത്രം അകത്തോട്ട് കയറിയപ്പോഴേ പ്രവാചകന് ചോദിച്ചു വെച്ചു, പുരോഹിതന് ചോദിച്ചു വെച്ച്, അനന്യാസേ, നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ നിന്റെ വസ്തു വിൽക്കാൻ? ദേവദാസനെ, എന്റെ ഹൃദയത്തിനകത്ത് ഒരാഗ്രഹം തോന്നി, അതുകൊണ്ട് ഞാൻ വിറ്റത്. ആ വിറ്റിട്ട് നീ മൊത്തം എന്താ കൊണ്ടുവരുന്നത്? പകുതി ഇതിനെടുത്ത് മാറ്റി വെച്ചത്. ഇയാൾ വിചാരിച്ച ആരും അറിയത്തില്ല, ഈ പരിപാടിയൊന്നും ആരും അറിയത്തില്ല. ഇരുട്ടുപോലും മറവായിരിക്കാത്തവൻ സകലതും വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെയാ പറഞ്ഞത്, നിന്റെ ദ്രവ്യാഗ്രഹം നിന്നോടുകൂടെ തന്നെ തീരട്ടെ. പത്രം അവിടെ നിന്ന് തിരിച്ച് നടന്നു പോലെ എടുത്തോണ്ടാ പോയത്. സഹോദരങ്ങളെ, പണം കൊടുത്താൽ കിട്ടുന്നതല്ല ഈ സൗഭാഗ്യ പദവിയും ഈ രക്ഷയും ഈ സമാധാന സൗഖ്യവും. വിശ്വാസം കൊടുത്ത് വാങ്ങിക്കേണ്ടതാ, വിശ്വസിച്ച് പ്രാപിക്കേണ്ടതാ. അത് പ്രാപിച്ചു കഴിയുമ്പോൾ നീ 10 ലക്ഷമോ 25 ലക്ഷമോ കൊടുക്കും. അത് പ്രാപിക്കാൻ വേണ്ടി പൈസ കൊടുക്കല്ലേ. അങ്ങനെ പ്രാപിച്ച് ഒരു പക്ഷേ നീ പൈസ കൊടുത്തു നിനക്ക് കിട്ടിയാൽ 10 ദിവസത്തേക്ക് കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അതേ രോഗം നിന്റെ മേൽ വരും. എന്തിനാ? നീ പ്രതിഫലം കൊടുക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് കൊടുക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുന്നത് ഹൃദയത്തിനകത്തു നിന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ആ കൊടുക്കുന്ന സ്ഥാനവും ശൂന്യത വരുന്ന സ്ഥാനത്തും നിറച്ചു ദൈവം അനുഗ്രഹിക്കും. കണ്ണുടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പകലിൽ നാം വായിച്ച് കേൾക്കപ്പെട്ട ആ വേദഭാഗം എന്താ പറഞ്ഞത്? മറുത്ത് മത്സരിച്ചാൽ വാളിനിരയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്നെ ഇത്രത്തോളം ആയുസ്സും ആരോഗ്യം ബലവും നൽകി, കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ രക്ഷിച്ച്, കഴിപ്പാൻ ആഹാരം, ഉടുപ്പാൻ വസ്ത്രവും, ജീവിപ്പാൻ ദൈവം തന്ന് ഇന്നയോളം നിന്നെ കരുതിയ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ നീ തയ്യാറായാൽ സ്വത്രം, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ നിന്റെ തലമുറ മേൽ സ്വർഗം വർഷിപ്പിക്കും. ആകയാൽ മടുത്തു പോകാതെ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വെളിപ്പെട്ടു വരും. ശരീരാത്മതകളെ ബലഹീനമാക്കുന്ന ശത്രുവിന്റെ തീയമ്പുകളെ ചേർത്ത് തോൽപ്പിപ്പാൻ ഈ പകൽക്കാലം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്ക്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ആത്മാവിന്റെ അഭിഷേകം, ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ശരീരാത്മതകളെ വേദന കൊണ്ടുവന്നിട്ട്, രോഗം കൊണ്ടുവന്നിട്ട്, സമാധാനം നഷ്ടപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം തകർന്നു വീഴട്ടെ. നീ ചോദിക്കുന്നു, ചിന്തിക്കുന്നതിലേക്ക് ഉപരിയായി നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞവൻ ഇന്ന് പകൽക്കാലം നിന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കെ. സകല ശാപങ്ങളും നീങ്ങട്ടെ, സകല വേദനകളും മാറട്ടെ, സകല അന്ധകാര കെട്ടുകളും പോട്ടട്ടെ. ഈ പകൽക്കാലം തലമുറയ്ക്ക് വേണ്ടി സ്വർഗം വഴി തുറക്കട്ടെ. സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ സ്വർഗം നിന്നെ നടത്തേണ്ടത് അപ്പന്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.